ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. ചില ദിവസങ്ങളിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ മടി കാണും, ഭക്ഷണം പാകം ചെയ്യാൻ മടി കാണും. ചിലപ്പോൾ നമുക്ക് തോന്നും ഹോട്ടലിൽ എങ്ങാനും വാങ്ങാം, അങ്ങനെ തോന്നും. അങ്ങനെ വല്ലാതെ മടിയുള്ള ദിവസങ്ങളിൽ മാത്രം തയ്യാറാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. ഇത് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടതിന് ശേഷം മാത്രം തയ്യാറാക്കി നോക്കിയതാണ്. ഈനോയോ ഈസ്റ്റോ സോഡയോ ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാം എന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ തയ്യാറാക്കിയ ഒന്നാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അവസാനം അപ്പം സോഫ്റ്റായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ. ഇതിലേക്കായി 1 കപ്പ് റവയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് 1/4 കപ്പ് അവൽ കൂടി ഇട്ട് കൊടുക്കാം. അവൽ ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. വെള്ള അവൽ ആണ് ഉണ്ടെങ്കിൽ വെള്ള അവൽ എടുക്കാം. എൻ്റെ കയ്യിൽ ബ്രൗൺ കളറിലുള്ള അവലാണ്. അതുകൂടി ഇതിലേക്കിട്ട് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന തൈരാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് ഈവനിങ് ടൈമിലും തയ്യാറാക്കാം. പക്ഷേ ഇത് ഞാൻ ഈ പറയുന്ന വീഡിയോ ദിവസവും ചെയ്യാനുള്ള വീഡിയോ അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇത് ദിവസവും ഇങ്ങനത്തെ അപ്പമോ ദോശയോ ഒന്നും തയ്യാറാക്കരുത്. നമുക്ക് വളരെ റെയറായിട്ട് നമുക്ക് സമയം ഇല്ലാത്തപ്പം ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ്. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. നല്ല ഫൈൻ പേസ്റ്റ് ആകണ്ട. ആൾറെഡി റവ സോഫ്റ്റായി കഴിയുമ്പോഴേ നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. പിന്നെ അതിന് ശേഷം ഞാൻ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്ക് അപ്പം തയ്യാറാക്കാനായിട്ട് പറ്റും. ദോശ തവ അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ല ഹൈ ചൂടായിരിക്കണം. നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒരല്പം എണ്ണയും അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറോ നല്ല ക്ലീനായിട്ടുള്ള തുണിയോ വെച്ച് ഒന്ന് നല്ലതുപോലെ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ച് കുറച്ച് ഹോളൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹോളെല്ലാം വന്നിട്ടുണ്ടല്ലോ. കാണാൻ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഈ അപ്പത്തിന് തോന്നുന്നുണ്ടോ? നമുക്ക് കാണുമ്പോൾ നല്ലതായിട്ടല്ലേ തോന്നുന്നത്. എന്നാൽ ഈ അപ്പം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല. തടിയായിട്ടാണ്, ഇത് റബ്ബറായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അപ്പം ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ്. ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഈനോ പാക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ എണ്ണയും വെള്ളവും ഒഴിച്ചു കൊടുത്ത് തൂത്തെടുത്തതിന് ശേഷം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. നല്ല ഹോൾ എല്ലാ സൈഡിലും ഫുൾ ഹോൾ വന്നിട്ടുണ്ട്. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. നോക്കും, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. തടിയായിട്ട് നല്ല താഴോട്ടും ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നുണ്ട്. അത്രയ്ക്കും സോഫ്റ്റായിട്ട് ഈ ദോശ വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ടുണ്ട്. അപ്പത്തിൻ്റെ രൂപത്തിൽ ആക്കിയല്ല എടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ഹോൾ വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഈനോയും സോഡയും ഈസ്റ്റും ഒന്നും ചേർക്കാത്ത ഞാൻ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഈ അപ്പത്തിൻ്റെ ഇത് നോക്കൂ, എന്താണെന്ന് നോക്കുക. നല്ല വലിഞ്ഞ് റബ്ബർ പോലെ ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈനോ ചേർത്തതാണ്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സോഫ്റ്റും. പക്ഷേ ഈ ഈനോ ചേർത്തോ സോഡ ചേർത്തോ ഈസ്റ്റ് ചേർത്തോ ഉണ്ടാക്കുന്നത് നിങ്ങൾ വല്ലപ്പോഴും വേണം ഉണ്ടാക്കാൻ. ദിവസവും ഇങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ. എന്നിട്ട് മുട്ടക്കറിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത്
ഒരു മുട്ടക്കറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി ഇട്ടാൽ വീഡിയോ ലോങ്ങായി പോകും, നിങ്ങൾ ഫുള്ളായിട്ട് കാണത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇതിൽ പീനട്ട് ചട്നി പൗഡറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർക്ക് പോയി നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.